ഗൈസ്, ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. എല്ലാവരുടെയും പെരുന്നാൾ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ എത്തി. ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴ ആണല്ലേ. മഴ കാണാനും ആസ്വദിക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഓരോ ദുരന്തങ്ങൾ അത് വലുതാണ്. ഞാനിത് പറഞ്ഞ് എങ്ങോട്ടാണ് പോണത്. പറഞ്ഞ പോലെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ ഞാൻ പോയത് ഇവിടെ പൂക്കയിലുള്ള സാഗ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഷോപ്പ് വരുന്നത് പെരുവഴിയമ്പലം ഭാഗത്താണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി കുറച്ച് കളക്ഷൻസൊക്കെ നോക്കി. ഒന്നും എനിക്കുണ്ട് ഇഷ്ടമാവണില്ല. ഞാൻ പൊതുവേ അങ്ങനെ ഷോപ്പിൽ പോയി എടുക്കാറില്ല. ഓൺലൈനായിട്ടാണ് എടുക്കൽ. അപ്പം പിന്നെ ഇതിപ്പോൾ ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഷോപ്പിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നോക്കിയതിനൊക്കെ നല്ല റേറ്റാണ്. ആ റേറ്റിനനുസരിച്ചുള്ള സാധനമില്ല. പിന്നെ അവിടെ അവൻ പറഞ്ഞ് ആ സെയിൽസ് ബോയ് പറഞ്ഞത് പെരുന്നാൾ കളക്ഷനൊന്നും വന്നിട്ടില്ല എന്നാണ്. പെരുന്നാളിന് ഇനിയും ദിവസം ഉണ്ടല്ലോ എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരൂർക്ക് ബസ് കയറി. മോൾ ആദ്യമായിട്ടാണ് കേട്ടോ ബസ്സിൽ കയറണത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം, നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ അവളെ മുഖത്തുള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇവിടെ താഴെപ്പാലെത്തി. ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി കേട്ടോ സാഗ് ഫാഷൻ എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയത്. ഇതിന് മുന്നേ ഞാൻ 2 ചുരിദാറൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഒന്നൊരു ബ്ലാക്കും ഒന്നൊരു യെല്ലോ ആയിരുന്നു കേട്ടോ. രണ്ടും ഒന്ന് സാധാ ചുരിദാർ പോലെ തന്നെ, മറ്റേതൊരു ഫ്ലെയർ ടൈപ്പ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആയിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല അവിടെ, ഒരു കളക്ഷനും ഇല്ല. ഉള്ളതിനൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും അവിടുന്ന് വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അതാണ് താഴെപ്പാലം പുഴ എത്തിയിട്ടോ. ഇവിടെ ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോഴാണ് കേട്ടോ തിരൂർക്കൊക്കെ പോണത്. ഇപ്പോൾ കുറേ ആയി പോയിട്ട്. ഫാമിലിയൊക്കെ ഇങ്ങനെ മാറി, ഇങ്ങനെ അവിടുത്തെ ഇതൊക്കെ മാറ്റിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് എത്തി. ഇതാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്, തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫാമിലിയിലെത്തി. ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടാണ്. അവിടെ ഓരോ ഫ്ലോറിലും ഓരോ സെക്ഷൻസൊക്കെ ആക്കിയിട്ടുണ്ട്. മുന്നേ പോയിരുന്ന സമയത്ത് ഇത്ര ഇതായിട്ട് വൈഡായിട്ട് ഇങ്ങനെ തുടങ്ങിയതായിട്ട് തോന്നിയില്ല. ഇപ്പോൾ കുറേ മാറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ കയറി. അവിടെ ആണെന്നുണ്ടെങ്കിൽ ചുരിദാർ, പാർട്ടി വെയർ ഒരു സെക്ഷൻ, കോട്ടൺ ചുരിദാർ, കോഡ് സെറ്റ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് കണ്ട് ഇഷ്ടമാവുന്നില്ല, ഒന്നും കണ്ണിന് പിടിക്കണില്ല. അങ്ങനെ കുറേ ഇങ്ങനെ വെച്ച് നോക്കിയൊക്കെ ചെയ്ത് അവസാനം ഇഷ്ടപ്പെട്ടത് ഈ 2 ഒരു ലൈറ്റ് കളറിലുള്ള ഈ ഒരു കളറും പിന്നെ മറ്റേത് എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പോൾ അതിനൊരു ചുരിദാറാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് പിന്നെ മോൾക്ക് പിന്നെ സ്കൂൾക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടായിരുന്നു, ടർക്കി ടവൽ അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങി. ഞാൻ റെഡിമെയ്ഡ് ഇട്ടാണ് കേട്ടോ എടുക്കൽ. തയ്ക്കണത് ഇപ്പം അങ്ങനെ എടുക്കലില്ല, കുറേ എടുത്തിട്ട് പിന്നെ റെഡിമെയ്ഡ് തന്നെ നോക്കി. പിന്നെ അതൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ പിന്നെ മോളെ സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഒരു ചേച്ചി ഇങ്ങനെ വിളിക്കായിരുന്നു, ഇവിടെ നല്ല ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. റേറ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല, നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണൊക്കെ റേറ്റ് തന്നെയാണ്. ഈ കാണുന്നതൊക്കെ 500-നുള്ളിലുള്ള ഇതാട്ടോ ബെഡ്ഷീറ്റുകളാണ്. പിന്നെ അതൊന്നും ഇപ്പോൾ എടുക്കാനുള്ള ഇതില്ല, അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തില്ല. അതിൻ്റെ ഇടയിൽ വിളിച്ചിരുന്നു മോനെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. മോള് ഓരോരോ കളി എടുക്കുക കേട്ടോ. ഹോട്ടലൊക്കെ കയറിയതാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മോളെ സ്കൂളിൽ ഇനിയിപ്പോൾ വാങ്ങാനുള്ളതെന്ന് വെച്ചാൽ, ഇനി ഹസ്ബൻഡിൻ്റെ ഒപ്പം ദുബായിൽ നിന്ന് വരുമ്പോൾ അവൾക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. ബാഗൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ടാകാറുള്ളത്, അതൊക്കെ പിന്നെ അവർ വരുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ.